എന്തോ നന്നാ എത്ര നേരം ജാങ്കോ നീ ഒറ്റ ഒരുത്തനെ എങ്ങനെ വഷളാക്കണ? നീ പോടെ വിട്ടുകളടാ. അവൻ എന്റെ അച്ഛനെ പോലെ രാഷ്ട്രപിതാവാൻ പഠിക്കല്ലേ. നീ പ്ലസ് 1 അല്ലേ? പോയി നന്നായിട്ട് പഠി, എന്നിട്ട് നീ പ്രതിഭ പോലെ നിൽക്കാൻ. പ്രതിമയായിട്ട് നിന്റെ അച്ഛനെ കൊണ്ടുപോയി നിർത്തിയാൽ മതി. അല്ല ഞാൻ ആ പാസ്പോർട്ട് ഓഫീസിൽ പോയി. നീ പോ. കാര്യങ്ങളൊക്കെ എന്തായി? കഴിഞ്ഞ തവണത്തെ പോലെ പ്ലാൻ പൊളിഞ്ഞു നിന്റെ അന്തിയായിരിക്കും കേട്ടാ. ഇത് മതലി, ഇത് ടീച്ചറുടെ വീട്, ഇത് ഹോസ്റ്റലിൽ. മൊറാർജി ദേശായി മൂത്രം കുടിച്ചിട്ടുണ്ട്, വേറെ കൊണ്ട് കുടിപ്പിച്ചിട്ടില്ല, അതും സർബത്തിലൊഴിച്ച്. അണ്ണനങ്ങനെ കണ്ട് ഇന്റെ ജാങ്കോക്ക് 1000 കണ്ണ്. കണ്ണായത് ഭാഗ്യം. ഇത് കണ്ടാണ് എന്റെ തലയിലെ മുഴ. ഗതികേട് കൊണ്ടല്ലേ അവന്റെ കെച്ചിൽ ഓരോ നിക്കണത്. എന്റെ തല എപ്പോ കണ്ടാലും അയാൾക്ക് കൊട്ടണം. എന്നാലും സർബത്തിൽ മൂത്രച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ എന്റെ അണ്ണ, തൊഴിലാളിയെ എനിക്ക് പ്രതികരിക്കാൻ ദൈവം തന്നെ ഈ ഒരു ആയുധം എന്റെ കയ്യിലുള്ള അണ്ണ. അത് വെച്ച് ദിവസേന ഒരു സർബത്തം കൊടുക്കും. അപ്പൊ അണ്ണാ, ഞാൻ പ്ലാൻ ചെയ്തനുസരിച്ച് ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് നമ്മളെന്താ KPCC മീറ്റിംഗിനാണ് പോണത്? അത് പറ്റാതിരിക്കാനാണ് ഈ പ്ലാൻ. തെറ്റിയ നാട്ടുകാരെടുത്ത് കൈവയ്ക്കും. എന്നാ പറ. പട്ടിയണ്ട പട്ടിയും കൊണ്ട് കിടക്കാൻ ഞാനെന്താ CID മൂസ? ടീച്ചറിന്റെ വീട്ടിൽ പട്ടിയുണ്ടെന്ന് വിളിച്ചു ചോദിക്കാം. ആ ടീച്ചറിന്റെ അടുത്താ? അല്ല, കരി. ഇങ്ങനെന്തിന് പല്ലിയേക്കാൻ പോണ? ആ കരിഷ്മ ശിവേട്ടനാണ്. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ കിട്ടിയിരിക്കും. അയ്യോ വെക്കല്ലേ. പിന്നെ ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ഈ ടീച്ചറിന്റെ വീട്ടിൽ പട്ടിയുണ്ടോ? പട്ടിയുണ്ടോന്ന് ഇല്ലെന്ന് പറഞ്ഞേക്ക്. ഇല്ല. എന്താ പേടിയുണ്ടോ? പേടിച്ചിട്ടൊന്നുമല്ല. പട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു. ഇല്ല, അയ്യോ ത്രില്ല് പോയി. ഓക്കെ, ഞാൻ മാനേജ് ചെയ്തോളാം. എന്നെ വെച്ചാണല്ലേ? അപ്പൊ സാധാരണ പോലെ ഇപ്പൊ തന്നെ SMS ഡാൻസിന് അയച്ചുവിട്ടേക്ക്. ക്വസ്റ്റ്യൻ വളരെ എളുപ്പമല്ലേ, എല്ലാവർക്കും അറിയാവുന്ന. മഴ വരുന്നു തോന്നുന്നുണ്ട്. തുണി വല്ലതുകൊണ്ട് പുറത്തു നിർത്തും. മുടിഞ്ഞ കനം. അല്ല, യൂണിയൻകാരെ കൂടി വിളിക്കായിരുന്നു. ഇന്നെങ്കിലും ഒരു ദിവസം പണിയെടുത്ത് ജീവിക്കടാ. നീ അപ്പിടാനിരിക്കണോ? എന്താ കോവിലിൽ പോവാൻ പോണ? വേഗം കേറ് അണ്ണാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പട്ടിയെ പോലെ ഓരിടും. അപ്പോഴേ കലിപ്പായെന്ന് കരുതിക്കോണേ. ഓ, ഇലക്ട്രിക് കമ്പിയിൽ തങ്ങല്ലേ. അണ്ണാ, ഒരു ടാറ്റാ. ടാറ്റാ. പട്ടി ഇല്ലാന്ന് പറഞ്ഞിട്ട്. അല്ല, നിന്നാരാ പട്ടിയായിട്ട് കൂട്ടിരിക്കണല്ലേ? ഇപ്പൊ നീ പുട്ടി. ഒരു നാൾ നീയും അച്ഛനെ പോലെ വളരും വലുതാകും. അപ്പൊ നീ പട്ടി. ശബ്ദമൊക്കെ ഉണ്ടാക്കുക. നീ ഡീറ്റീസാ? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. പട്ടിയുടെ കുറയല്ലേ കേട്ടത്? അപ്പൊ പട്ടി ഉണ്ടാ? ദൈവമേ, അണ്ണനെ കാത്തോണേ. ഈശ്വര, എന്റെ കുണ്ടി. അവിടെ എന്തെത്ര നോക്കാൻ. ഇതാരും ഇവിടെ കൊണ്ടുപോയി. ഞാൻ തന്നെയല്ലേ. തൊണ്ടിയൊക്കെ എടുത്ത് മാറ്റും. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. അയ്യോ, കപിൽദേവ് എങ്ങോട്ട് പോകും? എന്താണ് അവിടെ?
എന്റെ മെഡൽ സ്റ്റംപ് തെറിക്കുന്ന ഉറപ്പായി. രാത്രി ആയാലും കിടത്തി ഉറക്കില്ലേ? ഇന്നലെ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോ മൊബൈൽ ഇവിടെ എവിടെയോ പോയ പോലെ തോന്നി. അന്ന് നോക്കാന്ന് വിചാരിച്ചു വന്നതാണ്. നമ്പർ എത്രയാടാ? 0471 31,4547. മര്യാദയ്ക്ക് പറയടാ. 310447. ഒടുക്കത്തൊരു മൊബൈൽ ഫോൺ. ഇന്നലെ പോയ ഫോണാണ് സാർ. എന്റെ പോക്കറ്റിൽ നിന്ന് തന്നെ എടുത്തല്ലേ? ഞാൻ പിടിച്ചോ സാറേ. ഫോറടിച്ചാ മതി, ഫോറടിച്ചാ മതി. ഔട്ട് ഔട്ട് കളിയിൽ ഔട്ട്. സാറേ ഒരു മിനിറ്റ് സാറേ. എന്താടാ? ഇതിന് ഉറക്കൂലേ? ആ കൊച്ചിനെ കളിപ്പിച്ച് അവിടെ ഇരുന്നാ പോരെ. അയ്യോ പാമ്പുണ്ടോ? ഓസാണോ? ഇംഗ്ലീഷാ? ഇത് എന്നായാ മതിയായിരുന്നു. ഹലോ. വൗ, 5 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും.